തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത മറനീക്കി പുറത്ത്. സിപിഐഎമ്മിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി സിപിഐ നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ നയവ്യതിയാനമാണ് പരാജയ കാരണമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മുതിർന്ന നേതാവ് പ്രകാശ് ബാബു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടിക്ക് പിന്നാലെ സിപിഐഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കി സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു രംഗത്തെത്തി. ഇടത് നയങ്ങളിൽ നിന്ന് സർക്കാർ വ്യതിചലിച്ചുവെന്നതാണ് സിപിഐയുടെ പ്രധാന ആരോപണം. ഘടകകക്ഷികളുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തത് തിരിച്ചടിയായെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഗവൺമെന്റിനോട് അതിനകത്തൊരു വ്യതിയാനം കണ്ടപ്പോൾ ഇന്ന കാരണത്താൽ പല കാര്യങ്ങളിലും മാറ്റം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PM ശ്രീയുടെ മാത്രം കൊണ്ടൊന്നുമല്ല, ഒരിക്കലും അങ്ങനല്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. ആ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ ഇടതുപക്ഷ വ്യതിയാനം എന്നുള്ളത്. LDF എന്ന് പറയുന്നത് ഒരു കോയലിഷനാണ്. ആ മുന്നണിയെ വിശ്വാസത്തിലെടുക്കണം, മുന്നണി നേതൃത്വത്തെ വിശ്വാസത്തിലെടുക്കണം. അതാരുടെയെങ്കിലും രണ്ടോ മൂന്നോ വ്യക്തികളുടെ മാത്രം താല്പര്യമല്ല. അത് സംഭവിക്കാത്തതാണ് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ PM ശ്രീ. നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും മുന്നണിയിൽ ചൂട് പിടിക്കുകയാണ്. തോൽവി ഉണ്ടായെന്ന് കരുതി CPIയിൽ നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ പ്രകാശ് ബാബു പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാനുള്ള അധികാരം CPIഎമ്മിനാണെന്നും അതിൽ ഇടപെടില്ലെന്നും പ്രതികരിച്ചു. മുന്നണിക്കുള്ളിലെ തർക്കങ്ങൾക്കിടയിൽ CPIഎമ്മിന് പുറത്തുനിന്നും വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. CPIഎം നേതാക്കളുടെ ധാർഷ്ട്യമാണ് പരാജയത്തിന് കാരണമെന്ന സാഹിത്യകാരൻ T. പത്മനാഭന്റെ വിമർശനം ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. ക്ഷണിച്ചു വരുത്തിയ ഒരു തോൽവി, കൂടുതൽ പറയുന്നില്ല. എത്ര മന്ത്രിമാര്, 13 മന്ത്രിമാരല്ലേ. ദയനീയമായ തോൽവി, ദയനീയമായ ക്ഷണിച്ചു വരുത്തിയ ഒരു വീഴ്ച, പരാജയമാണ് ഇടതുപക്ഷത്. ജനവിധിയെ അപമാനിക്കുന്ന തരത്തിൽ ഊഴം വെച്ച് സാംസ്കാരിക പ്രവർത്തകർ വാർത്താ സമ്മേളനം നടത്തുന്നതായി സന്തോഷ് കുമാർ MP വിമർശിച്ചു. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും കൂടെ ഊഴം വെച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ജനവിധിയെ അപമാനിക്കുന്നതിന് തുല്യമായ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക ലോകം പോലും ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയനെ അങ്ങേയറ്റം വൾഗറൈസ് ചെയ്തുകൊണ്ട് ഒരു ജനവിധിയെ അപമാനിക്കുന്ന, അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന വോട്ടെടുപ്പിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ കണ്ണൂരിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട P. ജയരാജൻ അനുകൂല ഫ്ലെക്സുകൾ CPIഎം നേതൃത്വത്തിന് കടുത്ത തലവേദനയാവുകയാണ്. ജനങ്ങളിൽ നിന്ന് തുടങ്ങുക, ജനങ്ങളിലേക്ക് മടങ്ങുക, പ്രത്യയശാസ്ത്രത്തെ ജീവിതം കൊണ്ട് വരച്ചുകാട്ടിയവർ നയിക്കട്ടെ എന്ന വാചകങ്ങളുമായാണ് ഫ്ലെക്സുകൾ. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെയുള്ള അണികളുടെ വികാരം ഇതിലൂടെ വ്യക്തമാണ്. മുന്നണിയിലെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് CPIയുടെ വിമർശനം മാറുമ്പോൾ CPIഎം എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തിരുത്തൽ നടപടികൾ പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങുമോ അതോ മുന്നണി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമോ എന്ന വരും ദിവസങ്ങളിൽ അറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.